ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജോസ് ഡയറീസ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം പിന്നെ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് പാലക്കാടാണ്. കാവശ്ശേരി പൂരം കാണാനായിട്ട്. ഏപ്രിൽ 10-നാണ് കാവശ്ശേരി പൂരം നടക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 9-ന് ഞാനും അച്ഛനും അമ്മയും കൂടി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് പാലക്കാട്ടേക്ക് പോകാനായിട്ട് കാറിൽ. അപ്പോൾ എനിക്ക് വോയിസ് കൊടുക്കാൻ മടിയായതുകൊണ്ട് ആസ് യൂഷ്വൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പം വോയിസ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു വൈ നോട്ട്. അപ്പോൾ ഇനി കേൾക്കാൻ പോകുന്ന വോയിസ് മൊത്തം അപ്പൻ്റെയാണ്. അപ്പോൾ അപ്പൻ്റെ പോകുന്ന വഴിക്ക് ഓരോരോ സാധനം കാണുമ്പോൾ, ഒരു ബ്രിഡ്ജ് അത് ഇതൊക്കെ കാണുമ്പോൾ അപ്പോഴേക്ക് വരുന്ന നൊസ്റ്റാൾജിക് മൂവ്മെൻറ്റ്സ് ഒക്കെ നമ്മളടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ കേൾക്കാം. ഏപ്രിൽ മാസം 10-ാം തീയതി നടക്കുന്ന കാവശ്ശേരി വെടിക്കെട്ട് കാണാൻ വേണ്ടി, ഏഷ്യയിലെ ഏറ്റവും വലിയ വെടിക്കെട്ടായ കാവശ്ശേരി വെടിക്കെട്ട് കാണാൻ വേണ്ടി പോവുകയാണ് കുടുംബസമേതം. ഞാനും എന്റെ ഭാര്യയും കുട്ടിയും ആയിട്ട് ഞങ്ങൾ പോവുകയാണ്. കാറിലാണ് ഡ്രൈവ് ചെയ്യണത്. പോകാൻ വഴിക്കുള്ള എല്ലാ വിശേഷങ്ങളും ഞങ്ങൾ ഷെയർ ചെയ്യാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. വൈറ്റ്ല ഓവർബ്രിഡ്ജാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഓവർബ്രിഡ്ജിന്റെ മേളിലൂടെ പോകുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. കാരണം പണ്ട് ഈ സമയത്ത് എന്ന് വെച്ചാൽ 8 മണി കഴിഞ്ഞ് 8:15 വൈറ്റ്ല ജംഗ്ഷനിൽ ഉണ്ടാവുന്ന ബ്ലോക്കിനെ കുറിച്ചാണ് ഞാൻ ഒരു നിമിഷം ആലോചിച്ചു പോയത്. ഇപ്പോഴും ബ്ലോക്കിന് കുറവില്ലാന്നുണ്ടെങ്കിലും സ്റ്റഡി ആയിട്ട് ഹൈവേയിലൂടെ പോകുന്നവർക്ക് സ്റ്റഡി ആയിട്ട് ഫ്രീ ആയിട്ട് പോകാൻ സാധിക്കും. നല്ലൊരു ഒരു ഉപകാരം, ഒരു ജനങ്ങൾക്ക് ഒരു വല്ലാത്തൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഹൈവേ, ഒരു ഫ്ലൈ ഓവർ ആണത്. വൈറ്റ്ല പാലം കയറി വൈറ്റ്ല ഫ്ലൈ ഓവർ, റെയിൽവേ ഫ്ലൈ ഓവർ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ലെഫ്റ്റ് സൈഡിൽ ഗോൾഡ് സൂക്ക്. ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ചാൽ കേരളത്തിലെ മാൾ സംസ്കാരത്തിലെ ഏറ്റവും ആദ്യത്തെ മാളാണ് ഈ ഗോൾഡ് സൂക്ക് എന്ന് പറയുന്ന മാള്. കേരളത്തിൽ ആദ്യമായിട്ട് വന്നൊരു മാളാണ്. ഏകദേശം 2005 മുമ്പ് തന്നെ, 2005 ഈ ഗോൾഡ് സൂക്ക് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്, ജനങ്ങൾക്കായിട്ട് ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് പാലാരിവട്ടം പാലം. വളരെയധികം വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ച ഒരു പാലമാണ്. ഇവിടെ വരുമ്പോഴും എനിക്ക് എന്റെ നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് വരുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ പണ്ട് ബൈക്കിനും സ്കൂട്ടറിനും പിന്നെ അതുകൂടാണ്ട് സൈക്കിളിനൊക്കെ എന്റേതായ ജോലികൾക്കൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോ, ബസ്സിനും ഒക്കെ പോയിക്കൊണ്ടിരുന്നപ്പോ ഒരുപാട് നേരം ബ്ലോക്കിൽ പെട്ട് അലഞ്ഞ് വലഞ്ഞ്, ചിലപ്പോ ബ്ലോക്കിലിരുന്ന് തന്നെ ബ്ലോക്കിൽ പെട്ട് ബസ്സിലിരിക്കുമ്പോ തന്നെ ഉറങ്ങിയൊക്കെ പോകാറുണ്ട്. അപ്പൊ അതിനെല്ലാം ഒരു നിവാരണം എന്നുള്ള രീതിയിൽ വന്ന ഒരു പാലമാണ്. പക്ഷെ ഒരുപാട് വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചെങ്കിലും യാത്രക്കാർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു പാലമായിട്ടാണ്. 4 വരി പാതയാണ്. എന്തായാലും ജനങ്ങൾക്ക് നല്ലൊരു ഉപകാരപ്രദമായ ഒരു പാലമായിട്ട് ഇപ്പൊ അത് മാറി. അങ്ങനെ അറിഞ്ഞാൽ വളരെയധികം സന്തോഷം. ഇത് ലുലു മാളാണ്. എടപ്പള്ളിയിലെ കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ മാളായിരുന്നു. ഇപ്പൊ ആ മാളിനെല്ലാം തോപ്പിക്കുന്ന തരത്തിലുള്ള മറ്റു മാളുകളെല്ലാം വന്നിട്ടുണ്ട്. ലുലുവിന്റെ തന്നെ എടപ്പള്ളി ജംഗ്ഷൻ ഇതുമാതിരി നല്ല തിരക്കുള്ള ഒരു ജംഗ്ഷനാണ്. അതും കഴിഞ്ഞ് NH പോകുമ്പോൾ എടപ്പള്ളി ടോള് വരികയാണ്. ഈ ടോളിന്റെ ഇവിടെ നിന്നാണ് നമ്മള് പൂക്കാട്ടുപടി പെരുമ്പാവൂർക്കൊക്കെ പോകാനുള്ള ഒരു, തൃക്കാക്കര, പൂക്കാട്ടുപടി, പെരുമ്പാവൂർ ഇവിടേക്കൊക്കെ തിരിഞ്ഞു പോകാനുള്ള ഒരു വഴിയാണ് എടപ്പള്ളി ടോളിന്റെ അവിടെ നിന്ന്. എടപ്പള്ളി കഴിഞ്ഞിട്ട് കളമശ്ശേരിയും കഴിഞ്ഞു. കളമശ്ശേരി കഴിഞ്ഞ് ആലുവ എത്തുന്നു. കളമശ്ശേരിയിൽ വെച്ച് നമ്മളൊരു സ്റ്റോറിലൊക്കെ കയറിയായിരുന്നു. കുറച്ച് ചിപ്സ് ഒക്കെ പർച്ചേസ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ആലുവ ഫ്ലൈ ഓവർ കയറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ഇവിടെ ഭയങ്കര ബ്ലോക്കായിരുന്നു. ആ ബ്ലോക്കിനെ അതിജീവിക്കാൻ വേണ്ടി പണിത ഒരു ഫ്ലൈ ഓവറാണ്. ഇതിന്റെ റൈറ്റ് സൈഡിലാണ് ആലുവയുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും, ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് ആലുവ മാർക്കറ്റാണ്. ഇത് രണ്ടിന്റെയും ഇടയിലേക്കുള്ള ക്രോസിംഗ് മാറാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഈ പാലം പണിതേക്കുന്നത് എന്ന് തോന്നുന്നു. വേറെ എവിടെയും വേറെ ഒരു ഇമ്പോർട്ടൻസും ഈ പാലത്തിലൂടെ കാണാനില്ല. എന്നിരുന്നാലും നമുക്കൊരു ഫ്ലൈ ഓവറിന്റെ മുകളിലൂടെ പോകുന്ന ഒരു മൂഡാണ്. ഇവിടെയാണ് അത് കഴിഞ്ഞിട്ടാണ് ഈ ഫ്ലൈ ഓവറിന്റെ ഇറക്കത്തിലാണ് കൊച്ചി മെട്രോന്റെ ആദ്യത്തെ ആരംഭ സ്റ്റേഷൻ, ആദ്യത്തെ സ്റ്റേഷൻ കൊച്ചി മെട്രോന്റെ ഫസ്റ്റ് സ്റ്റേഷൻ ആലുവ. ഇവിടെ നിന്നാണ് കൊച്ചി മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് തൃപ്പൂണിത്തുറ വരെയാണ്. ആലുവ ജംഗ്ഷൻ കഴിഞ്ഞാൽ നമ്മൾ നേരെ കയറുന്നതാണ് പെരിയാർ പുഴയുടെ മാർത്താണ്ഡവർമ്മ പാലം. വളരെ പുരാതനമായ ഒരു പാലമാണ്. കൺസ്ട്രക്ഷൻ രീതിയും ഡിസൈനിങ് ഒക്കെ കണ്ടാൽ തന്നെ അറിയാം. ഇപ്പോഴും ഇതുപോലത്തെ ഡിസൈനിങ് ഒക്കെ ഉണ്ടെങ്കിലും അതിന്റെ കൺസ്ട്രക്ഷൻ കണ്ടാൽ തന്നെ നമുക്കറിയാം വളരെ പഴക്കമുള്ള. എന്റെയൊക്കെ ചെറുപ്പത്തിലെ എനിക്ക് ഇതിലേക്ക് പോകുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിരുന്നു. താഴെ കാണുന്നതാണ് പെരിയാർ പുഴ. ഈ പുഴയുടെ വെള്ളമാണ് കൊച്ചി എറണാകുളം സിറ്റി മുഴുവൻ, കൊച്ചിൻ കോർപ്പറേഷൻ എറണാകുളം സിറ്റി മുഴുവൻ വെള്ളം തരുന്നത് ഈ പുഴയിൽ നിന്നുള്ള വെള്ളം എടുത്തിട്ടാണ്. ഇവിടെ നിന്നാണ്
ഇടതുവശത്തേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മാള, കടുങ്ങല്ലൂര്, പറവൂർക്ക് തിരിയാം. ഒരുപാട് സ്ഥലത്തേക്ക് പോകാനുള്ള, ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആലങ്ങാട് ദേശം, അവിടേക്കൊക്കെ തിരിയാനുള്ള ഒരു സ്ഥലമാണ് ഇതും ഇതിന്റെ അടുത്ത ജംഗ്ഷനും. ഞാനിപ്പോ കാണിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഡ്രൈവിംഗ് സ്റ്റൈലാണ്. കേരളത്തിലെന്ന് മാത്രം പറയാൻ പറ്റില്ല, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു ഡ്രൈവിംഗ് സ്റ്റൈൽ ഓഫ് ഡ്രൈവിംഗ്. കാരണം എന്താ, സ്പീഡ് ട്രാക്കും സ്ലോ ട്രാക്കും ഉണ്ട്. ഏത് വണ്ടിക്ക് ഏതിൽ കൂടെ പോകണം, ഏത് ട്രാക്ക് ഏത് വണ്ടിക്ക്. ഇപ്പൊ ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ, ഇപ്പൊ എനിക്കിപ്പോ ഓവർടേക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മനസ്സിലായില്ലേ? കാരണം ഇത്രയും നല്ല ഹൈവേ, ഇത് നാഷണൽ ഹൈവേ ആണ്. ഇവിടുന്ന് കന്യാകുമാരി മുതൽ സേലം വരെ പോകുന്നതായ ഹൈവേ ആണ് ഇത്. ഈ ഹൈവേയില് ഈ ജാതി ബ്ലോക്കാണെന്ന് പറഞ്ഞാൽ 4 വരി പാത പണിതിട്ടിട്ട് ഈ ജാതി ബ്ലോക്കും, അതിനേക്കാൾ ഉപരിയായിട്ട് ഓരോ 2 കിലോമീറ്റർ, ഓരോ 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ കഴിയും തോറും ഓരോ ഓപ്പണിങ്ങും വെച്ചിട്ട് റൈറ്റ് ടേണും ലെഫ്റ്റ് ടേണും ഒക്കെ കൊടുത്ത് ആകെ ഡ്രൈവിംഗ് ചെയ്യാൻ തന്നെ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് എറണാകുളം മുതൽ തൃശ്ശൂർ വരെയുള്ള. അങ്ങനെ ബ്ലോക്കിനിടയിൽ കൂടെയൊക്കെ വന്നു പാട്ടൊക്കെ കേട്ട് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അവസാനം പാലക്കാടെത്തി. പാലക്കാട് ടണലിൻ്റെ മുമ്പിലെത്തി. 2-3 പ്രാവശ്യം ഇതിലേക്ക് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴും ആ ടണൽ കാണുമ്പോൾ ഒരു കൗതുകമാണ്. അപ്പോൾ നമ്മളവിടെ മുമ്പിൽ നിന്നു, 2-3 ഫോട്ടോയൊക്കെ എടുത്തു. അതുകൊണ്ട് നമ്മൾ നേരെ വിട്ടു നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസിലേക്ക്, കാവശ്ശേരി ദേശത്തിലേക്ക്. അങ്ങനെ നമ്മൾ കാവശ്ശേരി ദേശത്തിലെത്തി. നമ്മൾ നേരെ പോയത് അമ്പലത്തിലേക്കാണ്. അൺഫോർച്ചുനേറ്റ്ലി അമ്പലം അടച്ചിട്ടുണ്ടായിരുന്ന സമയം കുറച്ച് വൈകിട്ട് നമ്മളോട് ചെന്നപ്പോൾ. അപ്പോൾ എന്താ, നമ്മൾ പുറത്ത് നിന്ന് തൊഴുത് പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് നമ്മൾ പിന്നെ നേരെ അവിടെ കുതിര നിർമ്മിക്കുന്നിടത്തേക്ക് പോയി. അപ്പോൾ ഈ കുതിര എഴുന്നള്ളിന് ശേഷമാണ് ഇവിടെ വെടിക്കെട്ടൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ കുതിര നിർമ്മിക്കുമ്പോൾ അതിൽ വയ്ക്കുന്ന ഓരോ ആഭരണങ്ങൾ, അതിനൊക്കെ പറ്റി നമുക്ക് ഈ 2 കുഞ്ഞു കുട്ടികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നും ഇവരിങ്ങനെ വിവരിച്ച് പറഞ്ഞു കേൾക്കുമ്പോൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്ന പോലെയാണ് ഓരോത്തിനും പിന്നിലുള്ള ഓരോ കഥകളും. എന്തുകൊണ്ടാണ് അത് വെക്കുന്നു, എങ്ങനെയൊക്കെ ഇരിക്കുന്നു, അതിലെന്തൊക്കെയുണ്ട്, ഓരോ പിച്ചള പാത്രത്തിലും ഓരോരോ ദേവിയുണ്ട്, അതൊക്കെ ഇനി വെക്കും. അതിൻ്റെ തല, കുതിരയുടെ തല, അതെല്ലാം നമുക്ക് നല്ല വിസ്തരിച്ച് അവർ കാണിച്ചു തന്നു. കണ്ടപ്പോൾ ശരിക്കും കൗതുകമായി. നമുക്ക് പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അത്രയും ചെറിയ പ്രായത്തിൽ അവർ പറയുന്ന കണ്ടപ്പോൾ ശരിക്കും അതിശയപ്പെട്ടു. കുതിര നിർമ്മാണം കണ്ടതിന് ശേഷം നമ്മൾ നേരെ റൂമിൽ പോയി റെസ്റ്റ് എടുത്തു, ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ 9 മണിയായപ്പോഴേക്കും തിരിച്ചു. നമ്മൾ പിന്നെയും കാവശ്ശേരി ദേശത്തിലേക്ക്, എന്താ പറയുക, വൈകുന്നേരം അവിടെ ചെന്നപ്പോൾ ഒരൊറ്റ മനുഷ്യരുണ്ടായിരുന്നില്ല. ഇപ്പം അങ്ങനെ എല്ലാം അവിടെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ലൈറ്റിട്ട 2 ഗോപുരങ്ങളും കുറേ ആൾക്കാർ മാത്രമേ അവിടെ ഉള്ളൂ. നമ്മുടെ സാമ്പിൾ വെടിക്കെട്ട് കാണാൻ വേണ്ടി എത്തിരിക്കുകയാണ്. സാമ്പിൾ കണ്ടപ്പോൾ തോന്നി, സാമ്പിൾ ഇങ്ങനെയാണെങ്കിൽ ശരിക്കുള്ളത് എങ്ങനെയായിരിക്കും എന്നൊരു കൗതുകം വരെ എനിക്ക് തോന്നിപ്പോയി.
നമ്മളെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് അമ്പലത്തിൽ വന്നു, ദേവിയെ കണ്ടു, തൊഴുതു. നല്ല ഫീലിംഗ് ആയിരുന്നു. മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലീൻ ആയിരുന്നു അമ്പലം. അവിടെ സൈഡിൽ ആ സ്റ്റേജിൽ പിറ്റേ ദിവസം ആന എഴുന്നള്ളിപ്പിന് ആനയ്ക്ക് കെട്ടാനുള്ള നെറ്റിപ്പട്ടം, വെഞ്ചാമരം, അത് ഇത് എല്ലാം ഇങ്ങനെ പ്രദർശിപ്പിച്ച് വെച്ചേക്കായിരുന്നു. ആൾക്കാരൊക്കെ അതിന് മുമ്പ് പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ രാവിലെ വന്നപ്പോൾ ഇവിടെ ഒന്നും ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ രാത്രി ആയപ്പോൾ ലൈറ്റ് കിട്ടുമ്പോൾ നല്ല ഭംഗിയുണ്ട്. കടകളെല്ലാം അവിടെ തുറന്നു. ബലൂൺ കട, കമ്മൽ കട, അത് ഇത് എല്ലാം, വളമാല, കമ്മൽ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ലായിരുന്നില്ല. അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ പിന്നെ നേരെ റൂമിൽ വന്നു, റെസ്റ്റ് എടുത്തു. പിന്നെ പിറ്റേ ദിവസമായത് അറിഞ്ഞേയില്ല. ഏപ്രിൽ 10 ഇന്നാണ് പറഞ്ഞാൽ ഏപ്രിൽ 10 ശരിക്കും അവിടുത്തെ വെടിക്കെട്ട് നടക്കുന്നത്. കാവശ്ശേരി പൂരം ഇന്നാണ് എന്ന് പറയില്ലേ. അപ്പോൾ നമ്മൾ റെഡി ആയി കഴിഞ്ഞപ്പോൾ അവിടെ പ്രദക്ഷിണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ ഞാനും അച്ഛനും മാത്രമാണ് പൂരം കാണാനായിട്ട് പറമ്പിലേക്ക് പോകുന്നത്. അമ്മ ഇവിടെ റൂമിൽ നിന്നിട്ട് വെടിക്കെട്ട് കണ്ടോളാം എന്ന് പറഞ്ഞു. അവിടെ നിന്ന് കണ്ടുന്ന വെടിക്കെട്ട് മതി, ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അച്ഛനും കൂടെ ഇറങ്ങി. ആദ്യത്തെ വെടിക്കെട്ട് എന്ന് പറയുന്നത് ഉച്ചയിടെന്നാണ് ഇവിടെ പറയുന്നത്. പകൽ വെടിക്കെട്ടിന് ഉച്ചയെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഉച്ചയുടെ വാവള്ളിയാപുരത്തിൻ്റെ ആയിരുന്നു. രണ്ടാമത്തത് കഴിഞ്ഞ് മൂന്നാമതാണ് കാവശ്ശേരിയുടേത്.
ബ്രിട്ടീഷുകാരുടെ മുച്ചിൽ കഴിഞ്ഞ ശേഷമുള്ള പറമ്പാണ് നമ്മൾ കാണുന്നത്. നിറച്ച ആൾക്കാരാണ് ഇങ്ങനെ മണ്ണ് വാരി വെതറിട്ട പോലെ ഇങ്ങനെ വിസ്തരിച്ച് കിടക്കുകയാണ് പാടം. നിയമാനുസൃതമായിട്ടാണ് നമ്മൾ നടത്തുന്നതെങ്കിലും ആൾക്കാർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഇത് കാണാനായിട്ടുള്ള ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് ഇങ്ങനെ വിസ്തരിച്ച് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ ഇനി പോവുകയാണ്. കാരണം ഇന്ന് രാത്രി ഉണ്ട് SNDPയുടെ വെടിക്കെട്ട്, രാത്രി വാവുള്ളിയാപുരം കഴനി കാവശ്ശേരിയുടെ വെടിക്കെട്ടും കൂടാതെ സ്പെഷ്യൽ ഒരു സാധനമുണ്ട്, കമ്പം കത്തിക്കൽ. അപ്പോൾ ഇനി രാത്രി വിശേഷങ്ങളും രാത്രി വെടിക്കെട്ടുമൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട എന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടെ ഞെക്കിയേക്കണം. എന്നാൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കാരണം നെക്സ്റ്റ് ഇടാൻ പോകുന്ന വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. ഈ സ്ഥലത്തിനെ പറ്റിയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അപ്പോൾ ടാറ്റാ. സർവസ്യ ബുദ്ധിരൂപേണ ജനസ്യ ഹൃദി സംസ്ഥിതേ സ്വർഗാ